ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 23 തിങ്കളാഴ്ചയാണ്. ആദ്യം തന്നെ പറയട്ടെ, വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് US വിപണിയിൽ തന്നെയാണ്. US സുപ്രീം കോടതി ട്രംപിന്റെ ആഗോള താരിഫുകൾ അസാധുവാക്കുന്നതിന്റെ തീരുമാനം വെള്ളിയാഴ്ചയാണ് എടുക്കുന്നത്. അത്തരത്തിൽ കോടതി പ്രഖ്യാപിച്ച 10% ഗ്ലോബൽ താരിഫ് 15% തൊട്ടടുത്ത ദിവസം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുകയുണ്ടായി. കോടതിയുടെ തീരുമാനത്തെ ആന്റി അമേരിക്കൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഏതായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. S&P 500 0.5% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും യൂറോപ്യൻ വിപണികളും വെള്ളിയാഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഏതായാലും ഗ്ലോബൽ താരിഫുകൾ കുറച്ചതിനെ തുടർന്ന് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ സൗത്ത് കൊറിയൻ മാർക്കറ്റായിട്ടുള്ള കോസ്പി ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 120 പോയിന്റ്സിന്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. കൂടാതെ ഏഷ്യയിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട 2 വിപണികൾ ഇന്ന് ക്ലോസ്ഡ് ആണ്. ചൈന, ജപ്പാൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്. ഇനി മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നും 1% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് കഴിഞ്ഞ ദിവസം പവന് 1,16,800 എന്ന നിലയിലാണ്. മറ്റൊരു വാർത്ത കൂടിയുള്ളത്, ഇറാന്റെ ആണവ പദ്ധതിയിൽ സമ്മർദ്ദം ചെലുത്താൻ പരിമിതമായ സൈനിക ആക്രമണം പരിഗണിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് വെള്ളിയാഴ്ച എണ്ണവിലകൾ ചെറിയ തോതിൽ ഇടിയുകയുണ്ടായി. ഇന്നും ഓയിൽ പ്രൈസുകളിൽ ഒരു ഇടിവ് തന്നെയാണ് കാണുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ വീണ്ടും വലിയ ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ, എത്തർ, സൊലാന തുടങ്ങിയവ 5 മുതൽ 8% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ ഉള്ളത് 5% അടുത്ത് ഇടിവിലാണ്. $65,000 ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത് പോയിട്ടുള്ളത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ നിയമ തിരിച്ചടിയാണ് വെള്ളിയാഴ്ച ഉണ്ടായത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയിൽ 6-3 ഭൂരിപക്ഷത്തിൽ ട്രംപ് പ്രഖ്യാപിച്ച ആഗോള താരിഫുകൾ അസാധുവാക്കി. കോടതിയിൽ നിന്ന് വന്ന ഈ ഉത്തരവിന് ഒരു ദിവസത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് വിഷയത്തിൽ വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒരു ദിവസം മുൻപ് പ്രഖ്യാപിച്ച 10% ഗ്ലോബൽ താരിഫ് 15% ഉയർത്തുകയുണ്ടായി. കോടതി ഈ വിഷയത്തിൽ ഇത്തരത്തിലാണ് പറഞ്ഞത്. ട്രംപ് IEEPA നിയമം ഉപയോഗിച്ച് ആഗോള തലത്തിൽ താരിഫ് ഏർപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ നിയമപരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ല എന്നാണ് കോടതി പറയുന്നത്. അതിന് മറുപടിയായി ട്രംപ് പറയുന്നത് കോടതിയുടെ തീരുമാനം ആന്റി അമേരിക്കൻ ആണ്. അതിനാൽ നിയമപരമായി അനുവദിക്കപ്പെട്ട 15% താരിഫിലേക്ക് ഉയർത്തുകയാണ്. ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ധാരാളം സംഭവ വികാസങ്ങളാണ് ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഇന്ത്യക്ക് 25% റെസിപ്രോക്കൽ താരിഫും കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുടെ പണിഷ്മെന്റായി 25% അധിക താരിഫും ഏർപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഫെബ്രുവരി 6 ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ പുതിയ 18% താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഏതായാലും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക്. ഇപ്പോൾ FIS വലിയ സെല്ലിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുമായി ഒരു ബന്ധപ്പെട്ട വാർത്തയാണ്. ഡിസംബർ 2025 മുതൽ ഇന്ത്യയിൽ നിന്നും $1.6 ബില്യൺ പണം പുറത്തേക്ക് ഒഴുകിയതായി ഇപ്പോൾ പുതിയ കണക്ക് വരുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള പണമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ടുള്ള 4ാമത്തെ മാസവും FDIs നെഗറ്റീവിലാവാൻ കാരണമായി. പക്ഷേ ഇതിനോടൊപ്പം തന്നെ പോസിറ്റീവായി പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഏപ്രിൽ മുതൽ ഡിസംബർ വരെ മൊത്തത്തിൽ ഇന്ത്യയിലേക്ക് നല്ല വിദേശ നിക്ഷേപം വന്നിട്ടുണ്ട്. പക്ഷേ ഔട്ട്ഫ്ലോസും വളരെ കൂടുതലായതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായി തുടരുന്നത്. ചില മാസങ്ങളിൽ പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോസ് കൂടുതലാണെങ്കിലും ഇന്ത്യയിൽ ദീർഘകാല നിക്ഷേപം ഇപ്പോഴും വരുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക.
ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇതുകൂടാതെ ബിഗിനേഴ്സിനായിട്ട് ഒത്തിരിയേറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം UPL എന്ന കമ്പനി. UPL കമ്പനി ഗ്രൂപ്പ് പുനഃസംഘടന നടത്താൻ തീരുമാനിച്ചു. ഇന്ത്യയും വിദേശത്തുമുള്ള ക്രോപ്പ് പ്രൊട്ടക്ഷൻ ബിസിനസ്സുകൾ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. ഇതിലൂടെ ഷെയർ ഹോൾഡർമാർക്ക് കൂടുതൽ മൂല്യം ലഭിക്കുന്നതാണ് ലക്ഷ്യം. പദ്ധതി പൂർത്തിയായാൽ UPLഉം UPL ഗ്ലോബൽ സസ്റ്റൈനബിൾ അഗ്രി സൊല്യൂഷൻസും എന്നിങ്ങനെ 2 ലിസ്റ്റഡ് കമ്പനികൾ ഉണ്ടാകും. അടുത്ത് സിപ്ലയുമായി ബന്ധപ്പെട്ട് 2 വാർത്തകളുണ്ട്. ഒന്ന്, US FDA ഗ്രീസിലെ ഫാക്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി പറയുന്നു. അതേസമയം LIC കമ്പനിയിലെ ഓഹരി 7.05% നിന്ന് 9.09% ഉയർത്തുകയുണ്ടായി. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമായിട്ടുള്ള വാർത്തയാണുള്ളത്. അടുത്ത വിക്രം സോളാർ എന്ന കമ്പനിയാണ്. ജൂപ്പിറ്റർ ഇൻ്റർനാഷണൽ കമ്പനിയിൽ നിന്ന് 2 ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ സെല്ലുകൾ വാങ്ങാൻ 2000 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. അടുത്ത റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ്. അശോക ബിൽഡ്കോണിന്റെ കൂടെ ചേർന്ന് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു വലിയ IT ഓഫീസ് മോഡേണൈസേഷൻ പ്രോജക്റ്റ് കമ്പനി നേടിയിരിക്കുന്നു. കരാർ മൂല്യം 1136 കോടി രൂപയാണ്. അടുത്ത ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ്. ഗുജറാത്തിൽ ടോൾ പ്ലാസ ഓപ്പറേഷൻ കരാർ കമ്പനി നേടി. 154.59 കോടി രൂപയുടേതാണ് കരാർ. ഇൻഡോറിൽ റോഡ് ഡെവലപ്മെന്റ് കരാർ 69.68 കോടി രൂപയുടെ കരാറും കമ്പനി നേടിയിരിക്കുന്നു. അടുത്ത ഭാരതി എയർടെൽ എന്ന കമ്പനിയാണ്. സ്കെയിലർ ഇൻകുമായി സഹകരിച്ച് ഇന്ത്യയിൽ AI ആൻഡ് സൈബർ ത്രെറ്റ് റിസർച്ച് സെന്റർ കമ്പനി ആരംഭിച്ചു. സൈബർ സുരക്ഷയും AI ഉപയോഗവും മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വീണ്ടും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 934 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച അവർ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2637 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 25,571-ൽ 117 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സൈഡ് വേസിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഒരു ബിയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ വ്യാഴാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വ്യാഴാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുകയുണ്ടായില്ല. കൂടാതെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നതും. നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു റിവേഴ്സൽ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യാഴാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. ഇനി അപ്സൈഡിലും ഡൗൺ സൈഡിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരുപക്ഷെ ഒരു സൈഡ് വേസിനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ ഇപ്പോൾ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 61,172-ൽ 432 പോയിന്റ്സ് അഥവാ 0.71% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു കംഫർട്ടബിൾ ക്ലോസിംഗ് ലഭിച്ചിട്ടുണ്ട്. അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 61,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 61,000-ഉമാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.